ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ സെക്കൻഡ് സെമ്മിലെ രണ്ടാമത്തെ സെമ്മിലെ സോഷ്യോളജി പേപ്പറിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ നോട്ടുകളെല്ലാം മലയാളം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിൻ്റെ ഇപ്പോൾ ഈ എടുക്കുന്ന ഫസ്റ്റ് യൂണിറ്റിൻ്റെ അല്ല ഫസ്റ്റ് ബ്ലോക്കിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് റെഡിയാണ്. മലയാളം നോട്ട്സ് പെയ്ഡ് നോട്ട്സാണ്. അത് ഹെഡിങ് ഇംഗ്ലീഷിലുണ്ടാവും, നോട്ട്സ് മലയാളത്തിൽ വിശദീകരണമുണ്ട് എന്ന രീതിയിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റിൽ കാണുന്ന വാട്സപ്പിൽ വരും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് സെക്കൻഡ് സെമ്മ് തുടങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ സോഷ്യോളജി നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റാണ് ഒരു ബ്ലോക്കിലുള്ളത്. 6 ബ്ലോക്കുകൾ തന്നെ ഉണ്ട് സോഷ്യോളജിയിൽ. അതിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ഓഫ് ഇന്ത്യ, സോഷ്യൽ ആൻഡ് കൊളോണിയൽ ഡിബേറ്റ്സ് എന്നാണ്. ഇന്ത്യയുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ നരവംശാസ്ത്രത്തിൻ്റെയും വികസനം, സാമൂഹികവും കൊളോണിയൽ ചർച്ചകളും എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. 18-19 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ച ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക തലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊളോണിയലിസവും ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വികസനവും ഇന്ത്യയുടെ ബുദ്ധിപരമായ അടിത്തറയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. കോളനി ഭരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും യൂറോപ്പിലും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും നടക്കുന്ന സമകാലിക സംഭവങ്ങൾ മനസ്സിലാക്കാൻ ആരെയും സഹായിച്ചു, ഇന്ത്യക്കാരെയും സഹായിച്ചു. ദേശീയതയുടെ വളർച്ചയും അതിൽ നിന്നുണ്ടായ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികാസത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കാൻ സഹായകമായ വ്യത്യസ്ത സമീപനങ്ങൾ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. ഇത് ഇന്ത്യൻ സമൂഹത്തിലെ ജാതി, ബന്ധുത്വം, ഗ്രാമങ്ങൾ, സംസ്ഥാനങ്ങൾ, വിവിധ പ്രസ്ഥാനങ്ങൾ മുതലായവയെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അനേകം ഗവേഷണങ്ങൾ നടത്താനും ഗവേഷകരെ സഹായിച്ചു. ഇത്രയാണ് നമുക്കതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം പറയാനുള്ളത്. ഇനി കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി എന്ന് അതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കൊളോണിയൽ പശ്ചാത്തലവും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വികസനത്തിന് ഉത്തരവാദപ്പെട്ട ഘടകങ്ങളും. കൊളോണിയൽ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വികസനത്തിന്, അതായത് സോഷ്യോളജിയുടെ വികസനത്തിന് ഒരുപാട് ഘടകങ്ങൾ സഹായകമായിട്ടുണ്ട്. അതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് കൊളോണിയൽ പശ്ചാത്തലത്തിൽ ഏതെല്ലാം ഘടകങ്ങളാണ് സ്വാധീനം ചെലുത്തിയത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ വേറെയും പറയുന്നുണ്ട് കേട്ടോ. അതാണത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. ശ്രദ്ധിക്കുക. കൊളോണിയലിസത്തിൻ്റെയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിൽ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൻ്റെ ഭൗതിക ചരിത്രം വിശകലനം ചെയ്യാൻ കഴിയും. രാജ്യത്തെ സാമൂഹ്യശാസ്ത്രജ്ഞരും അതുപോലെ നരവംശാസ്ത്രജ്ഞരും അവരുടെ സ്വന്തം സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പറഞ്ഞാൽ അവർ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ്. വിശദമായി പറയുകയാണെങ്കിൽ സോഷ്യോളജി എന്ന വിഷയത്തിൻ്റെ ഉദയവും വികാസവും രാഷ്ട്രീയ താൽപ്പര്യം, ദേശീയ താൽപ്പര്യം, കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടായ ബുദ്ധിപരമായ പാരമ്പര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് കൊണ്ടാണ് രൂപപ്പെട്ടു വന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതാണ് അതാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഏതൊക്കെ ഘടകങ്ങൾ? ഒന്നാമത്തെ ഘടകം കൊളോണിയലിസം തന്നെ, കോളനിവൽക്കരണം. അതിലെന്താണ് വിശദീകരണം നോക്കുക. എസ്സേറ്റ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കൊളോണിയൽ ഭരണാധികാരികൾ അവരുടെ പ്രജകളെയും, അതായത് അവരുടെ ഭരിക്കുന്ന ആളുകളെയും ഭരണത്തെ നിയന്ത്രിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ഒരു ഉപകരണമായിട്ട് സോഷ്യോളജി, ആന്ത്രോപോളജി എന്നീ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവർക്കത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഗ്രന്ഥങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി. സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ കൊളോണിയലിസം പുരാതന ഫ്യൂഡൽ സമ്പ്രദായത്തിന് അറുതി വരുത്തുക, അതിനില്ലാതാക്കുകയും അത് രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഘടനയെ മാറ്റിമറിക്കുകയും ചെയ്തു. റെയിൽവേ, ടെലിഗ്രാഫ്, പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉള്ള സൗകര്യം എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊളോണിയലിസം കൊണ്ടുണ്ടായതാണ്. അതായത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടുണ്ടായതാണല്ലോ ഇന്ത്യയിൽ. ഇത് ജനങ്ങളുടെ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും അതിർത്തികൾ വരെ എത്തിക്കുന്നതിന് സഹായിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവയുടെ വ്യാപനത്തോടെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ഭൂഖണ്ഡം മുഴുവനും വ്യാപിച്ചു.
അതോടൊപ്പം തന്നെ ഭരണപരമായ സേവനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ എന്നിവയുടെ വ്യാപനവും രാജ്യത്തെ വിദൂര പ്രദേശങ്ങളെ പോലും ആധുനികവൽക്കരിക്കുന്നതിന് സഹായിച്ചു. ബ്രിട്ടീഷ് കൊളോണിയലിസവും അതോടനുബന്ധിച്ചുണ്ടായ വികസനങ്ങളും ഇന്ത്യയിൽ സോഷ്യോളജി, ആന്ത്രോപോളജി എന്നീ വിഷയങ്ങളുടെ വികസനത്തിലേക്ക് നയിച്ചു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഫാക്ടേഴ്സിലൊന്ന് കൊളോണിയലിസം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തത് റിഫോമിസ്റ്റ് ആൻഡ് റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പരിഷ്കരണവാദ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് പരിഷ്കരണവാദ പ്രസ്ഥാനങ്ങൾ, ആരൊക്കെയാണ് അതിൻ്റെ പ്രധാന നേതാക്കൾ, എന്താണ് റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ്, അതിൻ്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതും എന്തിന് സഹായിച്ചിട്ടുണ്ട്? നമ്മുടെ കൊളോണിയലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ സോഷ്യോളജി, ആന്ത്രോപോളജിയും വളരുന്നതിന്, സോഷ്യോളജിയുടെ വളർച്ചയാണ് ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടോ, അതിന് സഹായിച്ചിട്ടുണ്ട്. നോക്കുക, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായ കൊളോണിയൽ ഏറ്റുമുട്ടലുകളുടെ ഫലമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ 2 തരം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്? പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അതിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായ രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം, ബോംബെയിൽ അത് ബംഗാളിൽ രൂപം കൊണ്ടത് ബ്രഹ്മസമാജം, ബോംബെയിൽ രൂപം കൊണ്ട മഹാദേവ ഗോവിന്ദ റാനഡെ സ്ഥാപിച്ച പ്രാർത്ഥനാ സമാജവും ഇന്ത്യൻ പാരമ്പര്യങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനെക്കുറിച്ച് വാദിച്ചു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിപ്പോൾ പറഞ്ഞ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇനി നവോത്ഥാന പ്രസ്ഥാനങ്ങളായ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജം, വിവേകാനന്ദൻ രൂപീകരിച്ച രാമകൃഷ്ണ മിഷൻ എന്നിവ വേദങ്ങളുടെ ശുദ്ധതയിലേക്ക് മടങ്ങാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. അതിലൂടെ ക്ലാസിക്കൽ പാരമ്പര്യത്തിലെ ആത്മീയ അവബോധം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നവർ പറയുകയും ചെയ്തു. രാജാറാം മോഹൻ റോയി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ നേതാക്കന്മാർ സതീ സമ്പ്രദായവും ബാലവിവാഹത്തെക്കുറിച്ചുള്ള ഡാറ്റകൾ, അനുഭവപരമായ ഡാറ്റ എന്ന് പറഞ്ഞാൽ അവരും കൂടി അനുഭവിച്ചറിഞ്ഞ രീതിയിലുള്ള ഡാറ്റകൾ അവർ ശേഖരിച്ചു. ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ പുനർവ്യാഖ്യാനത്തോടൊപ്പം അവർ ഡാറ്റ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെയും ആചാരങ്ങളുടെയും നവീകരണത്തിന് വേണ്ടി ആ ഡാറ്റകൾ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആധുനികതയും പരമ്പരാഗതമായ രീതി പിന്തുടരുന്നതിൻ്റെ വിഷമതകൾ ചർച്ച ചെയ്തു. ഒരു വശത്ത് നവോത്ഥാനവാദികൾ പഴയ ആചാരങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ മറുവശത്ത് പരിഷ്കരണവാദികൾ യുക്തി, സ്വാതന്ത്ര്യം, സമത്വം എന്നീ ആധുനിക ആശയങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചു. അതാണ് 2 തരം പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ കേട്ടോ. അത് ചിലപ്പോൾ അത് മാത്രം ചോദിക്കും. ഈ പ്രസ്ഥാനങ്ങളുടെ ധാരകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ ധാര എന്ന് പറഞ്ഞാൽ ചിന്താധാര രീതികൾ, പ്രവർത്തന ശൈലികൾ ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിലേക്ക് നയിച്ചു. ഇത് ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനും സഹായകമായി. ഇനി 3ാമത്തെ ഘടകമാണ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷുകാർ നൽകിയ വിദ്യാഭ്യാസം. നോക്കുക, കൊളോണിയൽ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ, അതായത് അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഇവിടെ നിലനിർത്തി എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭരണമേധാവികൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. ഒരു ഉന്നത മധ്യവിഭാഗങ്ങളെ രൂപപ്പെടുത്തുകയായിരുന്നു ഇതുകൊണ്ട് അവരുടെ പ്രധാന ആവശ്യം. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരാണെങ്കിലും ബ്രിട്ടീഷുകാരോട് ചായ്വുള്ളവരായിരിക്കും എന്ന് ആര് തെറ്റിദ്ധരിച്ചു? ബ്രിട്ടീഷുകാർ തെറ്റിദ്ധരിച്ചു. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ജനസംഖ്യയിലെ താഴെത്തട്ടിലുള്ളവരിലേക്ക് കൂടി നയങ്ങളും പദ്ധതികളും പരിവർത്തനങ്ങളും ഒക്കെ എത്തിക്കണമെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അവരെയും കൂടി എന്ത് ചെയ്യണം? ഇവരുടെ ഭരണത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് 1835 മെക്കാളെ പ്രഭു ഇന്ത്യയിൽ ഒരു പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. ഇത് മെക്കാളേസ് മിനിറ്റ് അല്ലെങ്കിൽ മെക്കാളയുടെ കുറിപ്പ്, മെക്കാളേസ് മിനിറ്റ് അല്ലെങ്കിൽ മെക്കാളയുടെ കുറിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പേർഷ്യൻ ഭാഷയ്ക്ക് പകരം, ഇനി അതിൻ്റെ പ്രത്യേകത പറയട്ടെ, മാത്രം ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും. പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ മെക്കാളയുടെ കുറിപ്പ് ആവശ്യപ്പെട്ടു. എന്താണ് ഇന്ത്യയിൽ പേർഷ്യൻ ഭാഷ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ സുൽത്താനേറ്റ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ഭാഷ ആക്കിയിരുന്നു കേട്ടോ. ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അത് മാറ്റിയിട്ട് മെക്കാളയുടെ കുറിപ്പിൽ പറയുന്നത് എന്താണ്? ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കണം എന്നാണ്. പിന്നെ പാശ്ചാത്യ അറിവ് പ്രാദേശിക ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യാനും അതിൽ ആ കുറിപ്പിൽ നിർദ്ദേശിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇന്ത്യയിലെ കൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ 3 ബ്രിട്ടീഷ് പ്രസിഡൻസികളിൽ അവർ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. തുടക്കത്തിലെ വർഷങ്ങളിൽ തന്നെ ഇവർ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഫിലോസഫി, ഇക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ബയോളജി തുടങ്ങിയ വിഷയങ്ങൾ ആ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു. 2ാം ഘട്ടമായപ്പോൾ ഇവർ മനസ്സിലാക്കിയത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആചാര സമ്പ്രദായങ്ങളും സാമൂഹിക സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രത്യേകതകളെ അറിഞ്ഞിരിക്കേണ്ടത് ആർക്കാവശ്യമാണ്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമാണ് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഒക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ എത്തിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അവർ ശ്രമിച്ചു. ഇത് സമൂഹത്തിലെ വരേണ്യവർഗത്തിന് പാശ്ചാത്യ ബൗദ്ധിക പാരമ്പര്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചു. അവർ ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ സാഹിത്യത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് 3ാമത്തെ ഘടകം. 4ാമത്തെ ഘടകം എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ വളർച്ച.
സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികാസം ദേശീയതയുടെ വളർച്ചയെ ഗണ്യമായിട്ട് സ്വാധീനിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കോളനി വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊടുത്തു. ഇന്ത്യൻ പണ്ഡിതന്മാരും ചിന്തകരും ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ച് എതിർവാദങ്ങളും രൂപപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ നേതാക്കളായ ദാദാഭായ് നവറോജി, ലാലാ ലജ്പത് റായ്, MG റാനഡെ എന്നിവർ ജനങ്ങളിൽ സ്വയം അവബോധവും വിശ്വാസവും വളർത്തിയെടുക്കാനുള്ള കഠിനാധ്വാനം നടത്തി. ഒരു വശത്ത് ഇവർ ഇന്ത്യൻ സമൂഹത്തെയും നാഗരികതയെയും ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മറുവശത്ത് സമൂഹത്തിൽ വരുത്തേണ്ട സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ അവർ തുറന്നു കാട്ടുകയും ചെയ്തു. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വാദിക്കുകയും ചെയ്തു. പുതിയ വിദ്യാഭ്യാസം ഇന്ത്യൻ വരേണ്യവർഗത്തെ ഇന്ത്യൻ സാമൂഹിക സ്ഥാപനങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയ സമ്പ്രദായത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിർബന്ധിച്ചു. പാശ്ചാത്യ സംസ്കാരമായും സാഹിത്യ പാരമ്പര്യവുമായും അവർ നടത്തിയ ഇടപഴകൽ അവരെ ഇന്ത്യൻ സംസ്കാരത്തിലേക്കും സാഹിത്യത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചു. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചം ഇന്ത്യൻ സാഹിത്യവും സംസ്കാരവുമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് തിരിച്ചു പോകാൻ അവരെ പ്രേരിപ്പിച്ചു. പുരാതന ഗ്രന്ഥങ്ങളെ ബ്രിട്ടീഷുകാർ വിമർശനാത്മകമായിട്ട് വ്യാഖ്യാനിച്ചപ്പോൾ R.C. ദത്തിനെ പോലുള്ള പണ്ഡിതന്മാർ ബ്രിട്ടീഷ് ഭരണത്തിലെ സാമ്പത്തിക നയങ്ങളെ വിമർശനാത്മകമായിട്ട് വീക്ഷിച്ചു. അതായത് ഇന്ത്യയിലെ നയങ്ങളൊക്കെ മോശമായിട്ടാണ് ആര് കണ്ടിരുന്നത്, അതാണ് വിമർശിക്കുന്നത്, ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് R.C. ദത്തിനെ പോലുള്ളവർ രംഗത്ത് വന്നത്. R.C. ദത്തിൻ്റെ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ ഗ്രാമീണ സമൂഹത്തിലും കാർഷിക മേഖലയിലും ഉണ്ടാക്കിയ ദാരുണമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് ചിത്രീകരിച്ചു. മടിയില്ലാതെ, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് എതിർപ്പ് ഉണ്ടായാലും വേണ്ടിയില്ല എന്ന രീതിയിൽ അതിനെ ചിത്രീകരിച്ചു. സ്വയം പര്യാപ്തമായിരുന്ന ഇന്ത്യൻ ഗ്രാമങ്ങൾ പണമിടപാടുകാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും നിയന്ത്രണത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ആ മാറ്റവും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തി. ഇനി നാലാമത്തെ ഘടകമാണ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ. അത് നോക്കാം. കോളനി ഭരണവും ദേശീയതയുടെ വളർച്ചയും ഇന്ത്യയിൽ ഒരു ജനകീയ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചു. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ദേശീയ രാഷ്ട്രീയ അവബോധം ഒരു സംഘടിത പ്രസ്ഥാനത്തിൻ്റെ വികാസത്തിനും കാരണമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം തുടക്കത്തിൽ വിദ്യാസമ്പന്നരായ നഗരവരേണ്യവർഗത്തിൽ മാത്രം മേധാവിത്വം ചെലുത്തി. അതായത് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ആദ്യം സമ്പന്നമായൊരു വിഭാഗത്തെ മാത്രമേ അതിൽ പ്രതിഫലിച്ചില്ല, മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റി. ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതം തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജീവിച്ചത് തന്നെ എങ്ങനെയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആയിരുന്നു എന്ന്. ബുദ്ധിജീവികളും വിദ്യാസമ്പന്നരും വ്യത്യസ്ത രീതിയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് പ്രതികരിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഘടകമാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആസൂത്രണവും വികാസവും. നീണ്ടതും അതുപോലെ പ്രക്ഷുബ്ധവുമായ സമരങ്ങൾക്ക് ശേഷം ഇന്ത്യ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടി. നമുക്കറിയുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗണ്യമായ ഘടനാപരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരു വികസിത രാജ്യമായ ഇന്ത്യ ആസൂത്രണ വികസനത്തിൻ്റെയും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും പാതയാണ് സ്വീകരിച്ചത്. ആസൂത്രണ വികസനം നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യക്ക് ഡാറ്റ ശേഖരിക്കുകയും അത് ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ആവശ്യം വേണ്ടി വന്നു. ദേശീയ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായതോടെ പഞ്ചവത്സര പദ്ധതിക്കനുസരിച്ചുള്ള പ്ലാനിങ് നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായി. ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ കാണിക്കുന്ന ധാരാളം ഡാറ്റകൾ അതിന് ആവശ്യമായിട്ട് വന്നു. ഈ ഘട്ടത്തിൽ ധാരാളം ഗവേഷണ പരിശീലന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. രാഷ്ട്രനയങ്ങളും മറ്റ് രാഷ്ട്രപ്രവർത്തനങ്ങളും വിശദീകരിക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നേടിയ സോഷ്യോളജിസ്റ്റുകളുടെയും സാമൂഹ്യശാസ്ത്രജ്ഞരുടെയൊക്കെ ആവശ്യം ഉണ്ടായി. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ഒരു ഗവേഷണ പ്രോഗ്രാം കമ്മിറ്റി ആരംഭിച്ചു. ആസൂത്രണവും വികസനവുമായി ബന്ധപ്പെട്ട സാമൂഹിക ഗവേഷണങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കേണ്ട ഒരാവശ്യവും ഈ കമ്മിറ്റിക്ക് ഉണ്ടായി. വികസന ആസൂത്രണത്തിൻ്റെ കണ്ടെത്തലുകൾ വിലയിരുത്താൻ വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് കീഴിലൊരു പ്രോഗ്രാം എഡ്യൂക്കേഷൻ ബോർഡും സ്ഥാപിച്ചു. പ്ലാനിംഗ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം 1969 ഡോക്ടർ ഗാഡ്ഗിൽ അധ്യക്ഷനായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചു. ICSSR എന്നാണ് അതിൻ്റെ ഷോർട്ട് കേട്ടോ. ICSSR അതിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കും. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് കേട്ടാണ് ICSSR. ഇനി അടുത്തൊരു ഘടകമാണ് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ്, അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സ്വാധീനം.
കൊളോണിയൽ കാലഘട്ടത്തിലും അതിനുശേഷവും ബ്രിട്ടീഷ് നരവംശാസ്ത്ര തിയറികളും മാർഗരേഖകളും സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികസനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യ തലമുറയിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതരും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിശീലനം നേടിയവരോ അല്ലെങ്കിൽ വിദേശ പാണ്ഡിത്യത്തിന് കീഴിലുള്ളവരോ ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൻ്റെയും തിയറിയുടെയും കൊട്ടക ആരുടെ കയ്യിലേക്ക് മാറി? അമേരിക്ക മെയിനായില്ല, അപ്പോൾ അമേരിക്കയിലേക്ക് മാറി. ഈ കാലയളവിൽ ഏഷ്യൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും തുടർന്നുള്ള പുതിയ ദേശീയ രാഷ്ട്രങ്ങളുടെ രൂപീകരണവും ഈ മേഖലയുടെ തെക്കുഭാഗത്ത് അമേരിക്കയുടെ തന്ത്രപരമായ താൽപ്പര്യം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ സർവകലാശാലകളിൽ മേഖലാ പഠന പരിപാടികൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനുള്ള ഒരു പ്രധാന ഫണ്ടായിട്ട് തുടർന്നു. ഈ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വികസനങ്ങൾ ഇന്ത്യൻ സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികസനത്തെ സഹായിച്ചു. ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ള ജീവകാരുണ്യ സംഘടനകൾ ആരംഭിച്ച കമ്മ്യൂണിറ്റി വികസന പരിപാടികൾ 1960കളിലും 1970കളിലും ഇന്ത്യയിലുടനീളമുള്ള ശാഖകളെ പുരോഗതിയിലേക്ക് നയിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുടെ സ്വാധീനം പരിശോധിക്കുന്നതിനു വേണ്ടി സർവകലാശാലകളും അധ്യാപന വകുപ്പുകളും അളവ് സാങ്കേതിക വിദ്യകൾക്ക് ഊന്നൽ നൽകി. ഗവേഷണ രീതിശാസ്ത്ര കോഴ്സുകളും അവർ ആരംഭിച്ചു. ഗവേഷണ രീതിശാസ്ത്ര കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ PhD ഒക്കെ പറയില്ല, അതേപോലെയുള്ള കോഴ്സുകളും ആരംഭിച്ചു. ഈ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, ഭൗതിക ഘടകങ്ങളെല്ലാം ഇന്ത്യയിലെ സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികാസത്തെ സ്വാധീനിച്ചു. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ടിലല്ലേ ഘടകങ്ങളല്ലേ. ഇനി സോഷ്യോളജിയുടെ വികസനത്തിന് ഉത്തരവാദികളായ ഘടകങ്ങൾ സാമൂഹിക പശ്ചാത്തലവുമാണ് നമ്മൾ നോക്കുന്നത്. BC 3-ാം നൂറ്റാണ്ട് മുതൽ വിമർശനാത്മകമായ ചിന്തയുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നതിൻ്റെയും സമ്പന്നമായ പാരമ്പര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. സാമൂഹ്യശാസ്ത്രം ഒരു ആധുനിക അക്കാദമിക് വിഷയമാണെങ്കിലും ക്ലാസിക്കൽ മധ്യകാല ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ വേരുകൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മുതലേ ആരുണ്ട്? ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രമുണ്ട്. ക്ലാസിക്കൽ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ദാർശനികവും മതപരവുമായ ഗ്രന്ഥങ്ങൾ ഇന്ത്യയിലെ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ച് വ്യക്തമായിട്ട് വിശദമാക്കുന്നുണ്ട്. ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ ദൗർലഭ്യമാണെങ്കിലും, അതായത് നമുക്ക് കിട്ടാൻ പ്രയാസമാണെങ്കിലും, മെറ്റാഫിസിക്കൽ അമൂർത്ത സാമൂഹിക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും താരതമ്യേന പുതിയ വിഷയമാണ്. എന്നാൽ സമൂഹത്തെയും സാമൂഹിക വ്യവസ്ഥയെയും കുറിച്ചുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനം ക്ലാസിക്കൽ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ പറയുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ എന്നല്ലേ പറഞ്ഞാൽ. ഫാക്ടേഴ്സിൽ ഒന്നാമത്തത് ക്ലാസിക്കൽ ട്രഡീഷൻസാണ്, ക്ലാസിക്കൽ പാരമ്പര്യങ്ങൾ. ഇന്ത്യയിലെ ഏതെല്ലാം ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളാണോ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് വരെ നൽകുന്നതെന്നുള്ള. ക്ലാസിക്കൽ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ സമ്പന്നമായ ബൗദ്ധികം എന്ന് പറയുന്ന ഫിസിക്കൽ അല്ല കേട്ടോ, ബൗദ്ധികം എന്നാണ്, ബൗദ്ധിക പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ബൗദ്ധിക പൈതൃകം സംസ്കൃതം, പ്രാകൃതം, പാലി എന്നീ ക്ലാസിക്കൽ ഭാഷകളിൽ എഴുതിയ മതപരവും ദാർശനികവുമായ ഗ്രന്ഥങ്ങളിലാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുക. ക്ലാസിക്കൽ ചിന്തയിൽ യോഗ, അതുപോലെ സാഖ്യ, ന്യായ, വിശേഷിക, വേദാന്ത, മീമാംസ എന്നിങ്ങനെ 6 ചിന്താധാരകളുണ്ട്, 6 ശാഖകളുണ്ട്. ചിന്താധാര പറയുമ്പോൾ 6 ശാഖകളുണ്ട്. ഏതൊക്കെയാണ്? യോഗ, സാഖ്യ, ന്യായ, വിശേഷ, വേദാന്ത, മീമാംസ. ഈ 6 ചിന്താധാരകളും ഇന്ത്യയിൽ ക്ലാസിക്കൽ ചിന്തയ്ക്ക് ശക്തമായ അടിത്തറ നൽകിയ രചനാരീതികളാണ്. ഇവക്കൊക്കെ തന്നെ, അതായത് ഈ പറഞ്ഞ 6 ചിന്താധാരകൾക്കൊക്കെ അവയോടൊപ്പം തന്നെ 13 പ്രധാന ഉപനിഷത്തുകളും മനുഷ്യരുടെ ആന്തരിക ജീവിതത്തെക്കുറിച്ചും ആത്യന്തികമായ വിധിയെക്കുറിച്ചും ആഴത്തിലുള്ള ദാർശനിക അന്വേഷണങ്ങൾക്ക് സംഭാവന നൽകുന്നുണ്ട് ഇന്ത്യയിൽ. ഈ ഉപനിഷത്തുക്കൾക്കൊപ്പം വേദ, പുരാണ, സ്മൃതി തുടങ്ങിയ ക്ലാസിക്കൽ ഇന്ത്യൻ മിത്തോളജിക്കൽ ആത്മീയ ഗ്രന്ഥങ്ങൾ സാമൂഹിക ക്രമത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ത്യയെക്കുറിച്ച് നൽകുന്നുണ്ട്. ഈ സംസ്കൃത ഗ്രന്ഥങ്ങൾ കൂടാതെ ഇന്ത്യൻ സാമൂഹിക ചിന്തയുടെ വികാസത്തിന് സംഭാവന നൽകിയ സമ്പന്നമായ ബുദ്ധ, ജൈന മതഗ്രന്ഥങ്ങൾ പാലി ഭാഷയിൽ നമുക്ക് പല ലിപിയിലും, പാലി ഭാഷ മാത്രമല്ല അവർ ജനങ്ങൾക്ക് ലഭ്യമായ ബ്രഹ്മി ലിപിയിലൊക്കെ എഴുതിയിട്ടുണ്ട്, ലിപിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റുകളെല്ലാം ആളുകളെ അവരുടെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക ജീവിതത്തിൽ നിന്ന് മൂർത്തമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പൗരാണിക കാലഘട്ടത്തിലെ ബുദ്ധിജീവികളും സമൂഹത്തെയും രാഷ്ട്രീയത്തെയും മനസ്സിലാക്കുന്നതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. കൂടാതെ കൗടില്യൻ്റെയും ശുക്രാചാര്യരുടെയും രചനകൾ പുരാതന കാലഘട്ടത്തിലെ നിയമങ്ങൾ, ആചാരങ്ങൾ, സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം, സംസ്കാരം, ധാർമ്മികത, സൗന്ദര്യശാസ്ത്രം, ശാസ്ത്രം എന്നിവ മനസ്സിലാക്കാൻ നമ്മെ
സഹായിച്ചിട്ടുണ്ട്. അക്കാലത്തെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള സ്മാരക ഗ്രന്ഥങ്ങളാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, ശുക്രാചാര്യരുടെ നീതിശാസ്ത്രം, പിന്നെ ധാർമ്മിക ജീവിതം, സാംസ്കാരിക ജീവിതം, രാഷ്ട്രതന്ത്രം, ഒരു മനുഷ്യൻ്റെ ധാർമ്മിക കടമകൾ എന്നിവയുടെ വിവിധ തലങ്ങളിൽ വിപുല വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥമാണത്. ഏത്? അർത്ഥശാസ്ത്രം. ഇതിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പുരാതന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് എന്നാണ്. കേൾക്കുമ്പോൾ എന്താണെന്ന് വളരെ പ്രയാസം തോന്നും. നിങ്ങൾ നന്നായിട്ടൊരു 3-4 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യം വരും എന്താണ് ഇതിൽ പറയണതെന്നുള്ളത് കേട്ടോ. നോക്കാം. ഇനി അതുപോലെ മനുവിൻ്റെ മനുസ്മൃതി, ധർമ്മശാസ്ത്രം അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ, ആചാരങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം പ്രകൃതത്തിൽ, അതായത് നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പ്രബോധനാത്മകമായും ജനങ്ങൾക്ക് അനുയോജ്യമായ ധാർമ്മിക കടമകൾ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ളത് തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഗ്രീക്ക്, റോമൻ, ജൂത, ചൈനീസ് എന്നീ സഞ്ചാരികളുടെ കുറിപ്പുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അതും എന്താണ്? ഇന്ത്യൻ ജനതയുടെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥങ്ങളാണ്. ക്ലാസിക്കൽ കാലഘട്ടത്തിലെ സാമൂഹിക ശ്രേണികളെക്കുറിച്ച് വിശദമായ വിവരം നൽകുന്നതായിരുന്നു ഗ്രീക്ക് അംബാസഡറായ മെഗസ്തനീസിൻ്റെ വിവരണം. വൺവേഡ് വരും കേട്ടോ. ഇദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലേക്കാണ് വന്നത്. ആര്? മെഗസ്തനീസ്. 5-6 നൂറ്റാണ്ടുകളിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രീതികളെക്കുറിച്ച് വിവരിക്കുന്നതായിരുന്നു ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ, ഹുയാൻസാങ്, ഇദ്സിങ് എന്നിവരുടെ വിവരണങ്ങൾ. വൺവേഡ് വരും. ഫാഹിയാൻ, ഹുയാൻസാങ്, ഇദ്സിങ്. അറബ് സഞ്ചാരികളായ അൽബിറൂണിയും ഇബ്നു ബത്തൂത്തയും ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെയും അതിൻ്റെ ആചാരങ്ങളെയും കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ രസയിലാണെങ്കിൽ ഇതൊക്കെ കുറച്ച് നമുക്ക് ചുരുക്കാം. പക്ഷേ ഇതൊക്കെ വൺ വേഡ് ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇവയെല്ലാം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ദൈനംദിന പ്രക്രിയകളെക്കുറിച്ച് വിവരം നൽകി. ഇത് ഇന്ത്യൻ സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ശ്രേണീപരമായി മനസ്സിലാക്കാൻ സഹായകമാവുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഘടകമാണ് മെഡീവൽ ലെഗസീസ്, മധ്യകാല പാരമ്പര്യങ്ങൾ. മധ്യകാലഘട്ടത്തിലെ പ്രാദേശിക ഭാഷകളിൽ എഴുതിയ ധാരാളം ഭക്തി സാഹിത്യ കൃതികൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. ഭക്തി പാരമ്പര്യം സംസ്കൃത ഭാഷയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും ജനങ്ങളോട് സംസാരിക്കാൻ പ്രാദേശിക ഭാഷ ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹം മുസ്ലിം സമുദായവുമായി നേരിട്ട് ബന്ധം നിലനിർത്തി. ഇസ്ലാമിക പാരമ്പര്യവുമായുള്ള ഈ ബന്ധം സൂഫി പാരമ്പര്യങ്ങളുടെ ഉയർച്ചയിലേക്ക് നയിച്ചു. അത് ഉത്തരേന്ത്യയിലെ മതപരമായ ആചാരങ്ങളിലും മൂല്യങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തി. ഭക്തി പാരമ്പര്യത്തിൻ്റെ ആവിർഭാവവും വികാസവും, സിഖ് മതത്തിൻ്റെ വികാസവും ഇസ്ലാമിക സൂഫി ചിന്തകളുടെ സ്വാധീനം മൂലമുള്ള സമന്വയ പാരമ്പര്യങ്ങളുടെ, അതെല്ലാം കൂടി ചേർന്ന ഒരു പാരമ്പര്യങ്ങളുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്. അക്ബറിൻ്റെ ഭരണകാലത്തെ എല്ലാ മതങ്ങളെയും കുറിച്ച് വിവരം നൽകുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ് അബുൽ ഫസലിൻ്റെ ഐനി അക്ബരി. അബുൽ ഫസൽ എഴുതിയ ഐനി അക്ബരി എന്ന ഗ്രന്ഥം. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു അബുൽ ഫസൽ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കവിയും കൂടിയായിരുന്നു കേട്ടോ. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലെ മുഗൾ ഇന്ത്യയിലെ റവന്യൂ സമ്പ്രദായം, ഭരണപ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ അബുൽ ഫസൽ ഐനി അക്ബരിയിൽ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. വൺ വേഡ് വരും കേട്ടോ മക്കളെ. ഇനി അടുത്ത ഘടകം, മൂന്നാമത്തെ ഘടകം, മോഡേൺ ഡെവലപ്മെൻറ്റ്, ആധുനിക വികസനം. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് നുഴഞ്ഞുകയറ്റം ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. വിവിധ മേഖലകളിലെ കൊളോണിയൽ ഇടപെടലുകൾ കാരണം ഇന്ത്യയുടെ പുരാതന പാരമ്പര്യം ക്ഷയിച്ചു തുടങ്ങി. പ്രത്യേകിച്ചും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചത് സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ക്ലാസിക്കൽ ഭാഷകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിന് കാരണമായി. ഇന്ത്യയിൽ അവയുടെ മഹത്വം നഷ്ടമാവുകയും ഇതിൻ്റെ സംസ്കൃത ഭാഷയുടെയും പേർഷ്യൻ ഭാഷയുടെയൊക്കെ മഹത്വം നഷ്ടമാവുകയും ചെയ്തു. ഇന്ത്യൻ സാമ്യശാസ്ത്രവും സാമൂഹ്യ നരവംശാസ്ത്രവും സമൂഹത്തെക്കുറിച്ചുള്ളൊരു ശാസ്ത്രീയ പഠനം എന്ന നിലയിൽ ഉയർന്നു വന്നത് വിവിധ ഇൻഡോളജിസ്റ്റുകളുടെയും കൊളോണിയൽ ഭരണാധികാരികളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്ത്യൻ സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക വ്യവസ്ഥകൾ, സാംസ്കാരിക രീതികൾ എന്നിവ മനസ്സിലാക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഫലമായാണ് ഒരു വ്യവസ്ഥാപിത വിഷയമായിട്ട് ഈ രണ്ടെണ്ണം ഉയർന്നു വന്നത്. ഇത് രണ്ടും സോഷ്യോളജിയും ആന്ത്രോപോളജിയും. കൊളോണിയൽ ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ഇൻഡോളജിസ്റ്റുകളായ വില്യം ജോൺസ്, മാക്സ് മുള്ളർ, ഹെൻറി മെയ്ന്, ആൽഫ്രഡ് ലൈറ്റ് എന്നിവർ കുടുംബം, നിയമം, ബന്ധുത്വം, ജാതി, മതം തുടങ്ങിയ വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഈ സാമൂഹ്യ സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഇവരൊക്കെ പണ്ഡിതന്മാരൊക്കെ ഊന്നി പറഞ്ഞു. ഭരണ ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനങ്ങളുടെ വർഗം, സംസ്കാരം എന്നിവയെക്കുറിച്ചും പഠിച്ചു.
ഈ ആവശ്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരി, അതായത് ഭരണാവശ്യത്തിന് വേണ്ടി തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പിന്നെ സെൻസസ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇമ്പീരിയൽ ഗസറ്റിൽ അത് ജില്ലാ ഗസറ്റ്, മോണോഗ്രാഫ് എന്നിവയിലെല്ലാം അത് രൂപപ്പെടുത്താനെങ്കിൽ പുറത്തിറക്കാനും അവർ ശ്രമിച്ചു. ഇതോടൊപ്പം തന്നെ J.H. ഹോട്ടൺ, H. റിസ്ലി, പിന്നെ അതുപോലെ സർ ഹെൻറി മെയ്നെ, W.H. ബാർഡൻ പവൽ എന്നിവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ ഗ്രാമീണ സമുദായം, ജാതി, മതം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമവും അതേ കാലഘട്ടത്തിൽ തന്നെ അതേ സമയത്ത് തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്രിസ്ത്യൻ മിഷനറിമാർ പ്രാദേശിക ഭാഷകളും സംസ്കാരങ്ങളും മനസ്സിലാക്കാൻ താല്പര്യം കാണിച്ചു. 1816 ഫ്രഞ്ച് മിഷണറിയായ അബ്ബി ഡുബോയിസ് ഹിന്ദു മാനേഴ്സ്, കസ്റ്റംസ് ആൻഡ് സെറിമണീസ് എന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ഹിന്ദു മാനേഴ്സ്, കസ്റ്റംസ് ആൻഡ് സെറിമണി, ഹൈന്ദവ രീതികളും ആചാരങ്ങളും അവരുടെ ആഘോഷങ്ങളും ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. മൈസൂരിൽ വെച്ച് പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇന്ത്യൻ സംസ്കാരം, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രയാണ് 2 പശ്ചാത്തലത്തിലുള്ള ഘടകങ്ങൾ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇന്ത്യൻ സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികസനത്തിൻ്റെ ഘട്ടങ്ങളാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.